ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 37-ാം വാക്യം. എന്നെ കൈക്കൊള്ളുന്നവനോ എന്നെയല്ല, എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. സാർ ചക്രവർത്തിമാർ റഷ്യയിൽ ഭരണം നടത്തിയിരുന്ന കാലം. ഒരിക്കൽ ചക്രവർത്തി പരിവാരസമേതം വേട്ടയ്ക്ക് പോയി. ഇടയ്ക്ക് അദ്ദേഹം വഴിതെറ്റി തൻ്റെ അംഗരക്ഷകരിൽ നിന്നും വേർപിരിഞ്ഞു. യാതൊരു പരിചയവുമില്ലാത്ത കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ ചക്രവർത്തി ദൂരെ ഒരു ഗ്രാമത്തിൽ വെളിച്ചം കണ്ട് അവിടേക്ക് നടന്നു. സാധാരണക്കാരൻ്റെ വേഷത്തിലായിരുന്ന അദ്ദേഹത്തെ ആരും തിരിച്ചറിഞ്ഞില്ല. ഞാൻ ദൂരെ ഒരു സ്ഥലത്തു നിന്ന് വരുന്ന വഴിയാത്രക്കാരനാണ്. ഇവിടെ എത്തിയപ്പോൾ രാത്രിയായി. ദയവായി ഈ രാത്രിയിൽ വിശ്രമിക്കുവാൻ എനിക്കൊരിടം തരണം. ചക്രവർത്തി പല വീടുകളിലും കയറിയിറങ്ങിയെങ്കിലും അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ ആരും തയ്യാറായില്ല. നടന്നു തളർന്ന ചക്രവർത്തി ഒടുവിൽ ഒരു ദരിദ്രൻ്റെ വീട്ടിലെത്തി. എനിക്ക് ഒരടി പോലും നടക്കാൻ വയ്യ. ഞാൻ വല്ലാതെ ക്ഷീണിതനായ ഒരു വഴിയാത്രക്കാരനാണ്. ദയവായി ഈ രാത്രി ഇവിടെ അന്തിയുറങ്ങാൻ എന്നെ അനുവദിക്കണം. ഗൃഹനാഥൻ സന്തോഷത്തോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു. തൻ്റെ കുടുംബത്തിന് കഴിക്കാനായി തയ്യാറാക്കി വെച്ചിരുന്ന കഞ്ഞി അയാൾ അപരിചിതനായ അതിഥിയുമായി പങ്കുവച്ചു. ചക്രവർത്തി ആ കുടിലിൽ അന്ന് സുഖമായി അന്തിയുറങ്ങി. പിറ്റേന്ന് രാവിലെ സ്വീകരണത്തിന് നന്ദി പറഞ്ഞ് പിരിയാനൊരുങ്ങിയ അതിഥിയോട് ദരിദ്രനായ ആതിഥേയൻ ചോദിച്ചു, നിങ്ങൾ സൈനികനാണോ? അല്ല, അതിനു മുകളിലാണ്. ഒരു ക്യാപ്റ്റൻ ആയിരിക്കും അല്ലേ? ഇപ്രാവശ്യം ആതിഥേയന് ബഹുമാനം വർദ്ധിച്ചു. അല്ല, അതിലും ഉയർന്ന സ്ഥാനമാണ്. അങ്ങ് ലെഫ്റ്റനൻ്റാണോ? ഭയഭക്തിപൂർവ്വമാണ് ആ മനുഷ്യൻ അങ്ങനെ ചോദിച്ചത്. അല്ല, അതിനു മുകളിലാണ്. ചക്രവർത്തി പറഞ്ഞു നിർത്തിയപ്പോൾ ആതിഥേയൻ്റെ കണ്ണുകൾ വിടർന്നു. വിറയ്ക്കുന്ന അധരങ്ങളോടെ അയാൾ ചോദിച്ചു, അങ്ങ് ചക്രവർത്തിയാണല്ലേ? അതെ, ചക്രവർത്തി തന്നെ. അതിഥിയുടെ പുഞ്ചിരി കണ്ട് ആതിഥേയൻ കൂപ്പുകൈകളോട് പറഞ്ഞു, അങ്ങയെ വേണ്ട വിധത്തിൽ ഉപചരിക്കുവാൻ അടിയന് സാധിച്ചില്ല, ക്ഷമിക്കണം. നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി. നിങ്ങൾ തന്ന ഭക്ഷണം രാജഭോജനത്തേക്കാൾ സ്വാദിഷ്ടമായിരുന്നു. നിങ്ങളുടെ കുടിലിലെ ഉറക്കത്തിൻ്റെ സമാധാനം പള്ളിമെത്തയിലും കിട്ടില്ല. ചക്രവർത്തി ഒരു കത്തെഴുതി ആ സാധു മനുഷ്യന് നൽകി. എന്നിട്ട് പറഞ്ഞു, നാളെ കത്തുമായി കൊട്ടാരത്തിലെത്തി എന്നെ കാണണം. ചക്രവർത്തി നടന്നു പോകുന്നത് നോക്കി നിർനിമേഷനായി അയാൾ നിന്നു. പിറ്റേന്ന് പ്രഭാതത്തിൽ ആ ദരിദ്രൻ്റെ കുടിലിന് മുന്നിൽ അശ്വാരൂഢരായ പട്ടാളക്കാർ എത്തി. അവർ അയാളോട് ചോദിച്ചു, ഇന്നലെ നിങ്ങളുടെ വീട്ടിൽ ഒരാൾ വന്നിരുന്നു ഗൃഹനാഥൻ പറഞ്ഞു. പട്ടാളക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച് ആ ദരിദ്രൻ തനിക്ക് ലഭിച്ച കത്തുമായി അവരോടൊപ്പം കൊട്ടാരത്തിലെത്തി. ചക്രവർത്തിയെ മുഖം കാണിച്ചു. ചക്രവർത്തി സന്തോഷത്തോടെ അയാളെ സ്വീകരിച്ച് അനേകം സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. പ്രിയമുള്ളവരെ, കർത്താവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ നായകനായി സ്വീകരിച്ച് പ്രഥമ സ്ഥാനം കർത്താവിന് നാം നൽകിയാൽ അവൻ നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുക്കും. കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ കർത്താവ് നമ്മുടെ കൂടെ വന്ന് നമ്മളോട് ഒരുമിച്ച് അത്താഴം കഴിക്കുവാനായി മനസ്സുള്ളവനാണ്. ആ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിനെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, കേൾപ്പിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ ഹൃദയവാതിൽക്കൽ അങ്ങ് മുട്ടുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ഹൃദയം അങ്ങേക്ക് വേണ്ടി തുറക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഇവിടുന്ന് സഹായിക്കണമേ. വചനത്താൽ ഞങ്ങളെ ധന്യരാക്കിയതിനായി സ്തോത്രം. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.